NCC കേരള ബറ്റാലിയന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇപ്പോൾ MM മണി നിയുക്ത മന്ത്രി സംസാരിക്കുന്നു. IAS ജില്ലാ കളക്ടർ ശ്രീ AB ജോർജ് IPS ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് ചീഫ് അഡ്വക്കേറ്റ് EM ആഗസ്റ്റ് പ്രസിഡന്റ് ഇടുക്കി ജില്ലാ ബാങ്ക് XMLA ആണ് ശ്രീ A അബൂബക്കർ DC DD ഇടുക്കി ശ്രീ KK ജയചന്ദ്രൻ സെക്രട്ടറി CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി ശ്രീ റോയി K പൗലോസ് പ്രസിഡന്റ് DCC ഇടുക്കി ശ്രീ KK ശിവരാമൻ സെക്രട്ടറി CPI ജില്ലാ കമ്മിറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രൊഫസർ MJ ജേക്കബ് പ്രസിഡന്റ് കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റി KM ഷുക്കൂർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശ്രീ ബിനു K കൈമൾ പ്രസിഡന്റ് BJP ജില്ലാ കമ്മിറ്റി ബ്രിഗേഡിയർ PK സെൽകുമാർ വിശിഷ്ട വ്യക്തികളെ സഹോദരന്മാരെ സജ്ജരായി ഇവിടെ അണിനിരന്നിരിക്കുന്ന NCC കേഡറ്റുകളെ സുഹൃത്തുക്കളെ, ദീർഘകാലത്തെ നമ്മുടെ പൊതുപ്രവർത്തകന്മാരുടെ ശ്രമം, ആ ശ്രമത്തിന്റെ ഭാഗമാണ് 33ാമത് കേരള NCC ഇവിടെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ലക്ഷദ്വീപിനും നമുക്ക് പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖല ഉൾപ്പെടുന്ന ഇടുക്കി ജില്ല, ഹൈറേഞ്ച് മേഖലയാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത്. വലിയ ശ്രമമുണ്ട്. ആ ശ്രമം പൂർണ്ണമായി വിജയം കണ്ടത് ബഹുമാന്യനായ ജോയിസ് ജോർജ് MP ഇടപെടലാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ്റും ബന്ധപ്പെട്ട മന്ത്രിയും എല്ലാം ആ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പരമപ്രധാനമായ ഒരു കാൽവയ്പ്പാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഭാവി, പ്രത്യേകിച്ച് ശത്രുക്കളുടെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അതിർത്തിയിൽ ഇപ്പോൾ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ രാജ്യരക്ഷ ഭീഷണി നേരിടുന്ന അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, ഇത്തരം സംവിധാനം ഫലപ്രദമായി സജ്ജമാക്കേണ്ടതും ഇവർ രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഭാവിയിൽ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തുന്ന നിലയിൽ ഈ കേഡറ്റുകളെ, ഈ ചെറുപ്പക്കാരെ ഉപയോഗപ്പെടുത്താൻ നിശ്ചയമായും കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഒരു മഹത്തായ ലക്ഷ്യമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ ഈ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന്, എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് അഡീഷണൽ ഡയറക്ടർ ജനറൽ NCC കേരള ആൻഡ് ലക്ഷദ്വീപിനെ ആദരപൂർവ്വം ക്ഷണിക്കുക.